നമ്മൾ എല്ലാവരോടും പറയും എപ്പോഴും നമ്മൾ ഏറ്റവും പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ ഉപയോഗം ഏറ്റവും കുറച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് 100% അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പാക്കേജ്ഡ് ഫുഡുകൾ നമുക്ക് കഴിക്കേണ്ടി വരും. ഈ പാക്കേജ്ഡ് ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഹെൽത്തി ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അതിൽ 2 ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്, 2 അതിൻ്റെ ന്യൂട്രീഷൻ ലേബിൾ. ഇതിൽ നിന്ന് നമുക്ക് ആ ഭക്ഷണം എങ്ങനെ ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് എൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. ഇപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ബിസ്ക്കറ്റിനകത്ത് എൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി ബിസ്ക്കറ്റ് ഒന്നും ക്ലെയിം ചെയ്യുന്ന ബിസ്ക്കറ്റ് അല്ല, പക്ഷേ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ്. ആദ്യം കാണുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് രണ്ടാമത് കാണുന്നത് നെക്സ്റ്റ്, അതായത് ആ ഒരു ഓർഡറിലായിരിക്കും ഈ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എത്രയെന്നുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഷുഗറാണ്, മൂന്നാമത്തേത് ബട്ടറാണ്, 18% എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കാഷ്യൂ നട്ട്സ് 1%. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിനകത്ത് എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് നോക്കേണ്ടത് ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്. ഇതിനകത്ത് ഷുഗറും കഴിഞ്ഞു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് മിൽക്ക് സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ട്. ലിക്വിഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഷുഗറിൻ്റെ വേറൊരു വേരിയേഷനാണ്. പിന്നെ സോൾട്ട് ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് നമ്പേഴ്സൊക്കെ കാണാം. ദ റൈസിങ് ഏജൻറ്റ്സ് 500 II അല്ലെങ്കിൽ 503 ഇമൾസിഫയർ, ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. യൂഷ്വലി എന്തെങ്കിലും തിക്കനിങ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ റേസിങ് ഏജൻറ്റ്സ്, അതുപോലെ തന്നെ ഇമൾസിഫയേഴ്സ്, പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, അതൊക്കെ ആയിരിക്കും ഈ നമ്പറുകളോ കോഡുകളോ കൊണ്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഭക്ഷണത്തിൽ കുറച്ച് നമ്പറും കോഡും ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സാധനം ആവണമെന്നില്ല. പക്ഷേ ജനറലി ഈ ലിസ്റ്റ് ഇതുപോലെയുള്ള ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. അത് ഒരുപാട് കഴിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ന്യൂട്രിയൻ ലെവലിലേക്ക് നോക്കുക. ന്യൂട്രിയൻ ലെവലിൽ അതിനകത്ത് പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് എത്ര സെർവിങ് ആണ്. കാരണം ഇതിനകത്ത് യൂഷ്വലി നമ്മൾ 2 രീതിയിൽ കാണും. ഒരു സെർവിങ്ങിൽ എത്ര കാലറി ഉണ്ട് അല്ലെങ്കിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ടോട്ടൽ പാക്കറ്റിൽ അല്ലെങ്കിൽ 100 ഗ്രാമിൽ എത്ര ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സെർവിങ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 സെർവിങ്സ് പെർ കണ്ടെയ്നർ എന്ന് എഴുതിയിരിക്കണേ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ചെറിയ പാക്കറ്റ് ആക്ച്വലി 3 സെർവിങ് ആണ്. ഇപ്പോൾ ഇതിനെ സാധാരണ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഈ ഒരു പാക്കറ്റ് നമ്മൾ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കും ഇല്ലേ. അപ്പം അതിനകത്ത് എത്ര, പിന്നെ അതിനകത്ത് 100 ഗ്രാമിൽ എത്ര എനർജി ഉണ്ട്, 448 കാലറി ഉണ്ട്. അതിനകത്ത് ടോട്ടൽ ഫാറ്റ് എത്രയുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ ഷുഗർ എത്രയുണ്ട്, ആഡഡ് ഷുഗർ, പ്രോട്ടീൻ, സോഡിയം, ഇങ്ങനത്തെ പല ഇൻഫർമേഷനും അതിനകത്ത് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ടോട്ടൽ കാലറി എത്രയുണ്ടെന്ന് നോക്കുക. കാരണം നമ്മൾ ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരു 2000 കാലറിയാണ് ഒരാൾക്ക് ദിവസം വേണ്ടി വരുന്നത്. ഈ ഇതിനെ 100 ഗ്രാമിൽ 448 കാലറി ഉണ്ട്. അതുതന്നെ നമ്മളുടെ ഒരു ദിവസത്തെ കാലറി റിക്വയർമെൻറ്റിൻ്റെ ഒരു 25% വരുന്നുണ്ട്. നമ്മളത് ആ കാലറി എത്രയുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ടോട്ടൽ ഷുഗേഴ്സ് എത്രയുണ്ട്, അതിനകത്ത് ആഡഡ് ഷുഗേഴ്സ് എത്രയുണ്ട്. കാരണം ചില ഭക്ഷണങ്ങൾ ഷുഗർ ഫ്രീ എന്നൊരു ലേബലിൽ വെച്ചിട്ട് വരും. ഷുഗർ ഫ്രീ ആണ്, കാരണം അതിനകത്ത് ഓൾറെഡി ആഡഡ് നാച്ചുറലി ഷുഗർ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസോ അല്ലെ അതുപോലെ മധുരമുള്ളൊരു സാധനമാണ് അതിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ ആഡഡ് ഷുഗർ ഉണ്ടാവില്ല. പിന്നെ വളരെ കോമൺലി കാണുന്ന വേറൊരു ലേബലാണ് കൊളസ്ട്രോൾ ഫ്രീ. പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സിലൊന്നും തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പക്ഷേ അതിൽ വേറെ തരം ഫാറ്റുകൾ ഉണ്ടാവും. ഈ ഫാറ്റുകളും നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ആയിട്ട് തന്നെ കൺവേർട്ടഡ് ആവുന്നതാണ്. ഒരു ഭക്ഷണം കൊളസ്ട്രോൾ ഫ്രീ എന്ന് ലേബൽ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ എന്ന് ലേബൽ ചെയ്യുന്നത് കൊണ്ടോ അത് ഹെൽത്തി ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഈ നോ ആഡഡ് ഷുഗേഴ്സ് എന്ന് വെക്കുമ്പോൾ പലപ്പോഴും ഷുഗറിനുള്ള വേറെ ഏതെങ്കിലുമൊക്കെ വേരിയേഷൻസ് ആയിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ആദ്യം ഷുഗർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിനകത്ത് ഗ്ലൂക്കോസ് സിറപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ സൈലിറ്റോളോ ഇൻവേർട്ട് സിറപ്പ് എന്നും അല്ലെങ്കിൽ എരിത്രിറ്റോളോ, അതുപോലെ ഷുഗർ ആൽക്കഹോൾസ് ഉണ്ട്. മധുരം ഉണ്ടാവുന്ന വേറെ പല കമ്പോണൻസും ഉണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ആൾക്കാർ ഷുഗറിൻ്റെ അളവ് മാത്രമേ നോക്കുള്ളൂ, ഇൻഗ്രീഡിയൻസിൽ ഷുഗർ ഉണ്ടോയെന്നായി നോക്കുന്നുണ്ടാവുള്ളൂ. ഇത് മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മിസ് ലേബലിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ഫുഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനകത്ത് എന്തുമാത്രം പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് വരുന്ന പല സാധനങ്ങളിലും ആക്ച്വലി അതിന് മാത്രം പ്രോട്ടീനൊന്നും ഉണ്ടാവില്ല, വല്ല 10 ഗ്രാം പ്രോട്ടീനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ലേബൽസിൽ വിശ്വസിക്കാതെ എൻ്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നോക്കുക. അതുപോലെ സോഡിയം, ഹൈ സോഡിയം ആയിരിക്കും പലപ്പോഴും വരുന്ന പല പാക്കേജ് ഫുഡുകളും. ഇതിൻ്റെ സൈഡിൽ ഒരു % ഓഫ് RDA എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് ഉണ്ടാവും. RDA എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡ് ഡെയിലി അലവൻസ്.
അപ്പോൾ ഈ ഭക്ഷണങ്ങളുടെ നമ്മളുടെ റെക്കമെൻഡ് ഡെയിലി അലവൻസിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കുക. അപ്പോൾ ഒരാൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മാക്സിമം ഒരു 2.5 ഗ്രാംസാണ് സോഡിയം ഒരു ദിവസം കഴിക്കാൻ പറ്റുക. അതിൻ്റെ എത്ര ശതമാനം ഭക്ഷണത്തിലുണ്ടെന്ന് നോക്കിയിട്ട് കഴിക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഫുഡുകൾ കഴിയുന്നതും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. താങ്ക്